ശിശുവിലെ ചെറുപുഷ്പമേ, കർമ്മലരാമത്തിൻ സൂനമേ. സെമിനാരി പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ചാച്ചൻ സമ്മാനമായിട്ട് തന്ന ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു പടം ഇന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ. സെമിനാരിൽ ചെന്ന് ആദ്യമായിട്ട് വായിക്കാൻ കിട്ടിയ നവമാലിക പുസ്തകത്തിന്റെ താളുകളിൽ കൂടെ കടന്നുപോയപ്പോഴാണ് മനസ്സിലായത് ഈ ആധ്യാത്മിക ശിശുത്വം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഈശോയെ സ്നേഹിക്കുന്നതാണെന്ന്. സ്നേഹിക്കുന്നതാണ് ആധ്യാത്മികത എന്നാണല്ലോ കൊച്ചു ത്രേസ്യ നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ എല്ലാം അപ്പുറത്തായിട്ട് ദൈവത്തെ വളരെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കുന്നതാണ് ശരിക്കും ആധ്യാത്മികതയുടെ ഏറ്റവും അടിസ്ഥാനമെന്ന് കൊച്ചു ത്രേസ്യ നമുക്ക് പറഞ്ഞു തന്നു. ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയിൽ ജീവിതത്തിൽ ദൈവത്തോടുള്ള എല്ലാ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന എല്ലാ സാധ്യതകളും ഒതുക്കി വെച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതുകൊണ്ട് തന്നെ കൊച്ചു ത്രേസ്യ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. അന്നും ഇന്നും എന്നും പൗരോഹിത്യ ജീവിതത്തിൽ ഇന്നോളം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേക സ്വർഗീയ മാധ്യസ്ഥം യാചിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഈ കൊച്ചു ത്രേസ്യയുടെ തിരുനാളിൽ എല്ലാവർക്കും കൊച്ചു ത്രേസ്യയുടെ തിരുനാളിന്റെ ആശംസകൾ പ്രത്യേകമായിട്ട് നേർന്നുകൊള്ളുന്നു. ആമേൻ. ആശ്രയം തേടുന്നു നിൻ സവിധേ.